നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സഹകരണ സംഘങ്ങൾക്ക് ഇരുട്ടടിയായി ഇനി GST നടപടിയും. ലക്ഷങ്ങളുടെ നികുതി കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ട സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സംസ്ഥാന GST വകുപ്പിന്റെ നോട്ടീസ്. വിവിധ ഇനങ്ങളിലായി 2017 മുതലുള്ള കുടിശ്ശിക അടയ്ക്കണമെന്നാണ് ഓഡിറ്റ് വിഭാഗം നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 70 ലക്ഷം രൂപ വരെ അടയ്ക്കാൻ നോട്ടീസ് കിട്ടിയ ബാങ്കുകളുമുണ്ട്. സഹകരണ ബാങ്കുകൾക്ക് പലിശ വരുമാനം ഒഴികെ സേവനങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന് 18% ചരക്കു സേവന നികുതി ബാധകമാണ്. പക്ഷേ നികുതി സംബന്ധിച്ച വിഷയങ്ങളിൽ കൃത്യമായ മാർഗനിർദ്ദേശവും പരിശീലനവും സഹകരണ വകുപ്പിൽ നിന്നും ബാങ്കുകൾക്ക് ലഭിക്കുന്നില്ല. സഹകരണ വകുപ്പിന്റെ ഓഡിറ്റർമാർക്ക് പോലും കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടില്ല. ചെറിയ ബാങ്കുകൾ പലതും GST രജിസ്ട്രേഷൻ എടുത്തിട്ട് പോലുമില്ല. പല ബാങ്കുകളും പല രീതിയിലാണ് GST ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത്. പല സേവനങ്ങൾക്കും GST ഈടാക്കുന്നില്ല. ഈടാക്കിയ തുക കൃത്യമായി അടയ്ക്കുന്നുമില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നേടിയെടുക്കുന്ന കാര്യത്തിലും ധാരണയില്ല. ചരക്കു സേവന നികുതി വിഭാഗം സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിലാണ് GST കുടിശ്ശിക കണ്ടെത്തിയത്. കണക്കുകൾ ബോധ്യപ്പെടുത്തിയാൽ കുടിശ്ശിക ഒഴിവാക്കുമെങ്കിലും പലർക്കും വലിയ തുക തന്നെ അടയ്ക്കേണ്ടി വരും. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്? ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ, സംഗതി സൂപ്പറാ. CoPro Coconut Oil, crossing dreams of taste. High-grade coconuts, advanced technology, triple filter process. A product of Venganesheri Service Cooperative Bank. കേരളം വളർച്ച പ്രാപിച്ചതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനമാണെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല വൈക്കം കൊതവറ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കിയ സാന്ത്വനം ചികിത്സാ ധനസഹായ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ബാങ്കിൽ ഒരു കുഴപ്പമുണ്ടെന്ന് കരുതി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മുഴുവൻ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് അപകടകരമാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ബാങ്ക് പ്രസിഡന്റ് PM സേവ്യർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണ ഉദ്ഘാടനം തലയാഴം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേശ് P. ദാസും മികവ് 2024 സ്കോളർഷിപ്പിന്റെ വിതരണം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്തും നിർവഹിച്ചു. വൈക്കം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ P. ഹരിദാസ്, തലയാഴം പഞ്ചായത്ത് അംഗവും ഭരണസമിതി അംഗവുമായ KB നിമോൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെൽസി സോണി, ഭൈമി വിജയൻ, KV ഉദയപ്പൻ, ഷീജ ഹരിദാസ്, സഹകരണ സംഘം വൈക്കം അസിസ്റ്റന്റ് രജിസ്ട്രാർ CK ബിന്ദു, സഹകരണ സംഘം ഓഡിറ്റ് വിഭാഗം വൈക്കം അസിസ്റ്റന്റ് ഡയറക്ടർ CS പ്രിയ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ M. ഗോപാലകൃഷ്ണൻ, P. ശശിധരൻ, MD ബാബുരാജ്, പോൾ സെന്റ് ജോസഫ്, ബിജു പറപ്പള്ളി, ബാങ്ക് വൈസ് പ്രസിഡന്റ് MG ജയൻ, ഭരണസമിതി അംഗങ്ങളായ CT ഗംഗാധരൻ നായർ, BM അനിയപ്പൻ, ജോഷി ജോസഫ്, KV പ്രകാശൻ, ശ്രീദേവി സന്തോഷ്, ബീന മുരുകാനന്ദൻ, ഷീബ ഷാൻ, കുര്യാക്കോസ് ദാസ്, ബാങ്ക് സെക്രട്ടറി VS അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നഷ്ടത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. പറയാൻ നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പോയാൽ, ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ പോയാൽ നമുക്ക് ലോൺ കിട്ടില്ല. പലപ്പോഴും വേണ്ട സഹായങ്ങൾ ലഭ്യമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഓടി വന്ന് സേവ്യറെ കണ്ട് അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊത്തവറ പോലെയുള്ള ഈ ഗ്രാമപ്രദേശത്ത് ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഇത് വളർന്നു വന്നിട്ടുണ്ട്. ഒരു ഗ്രാമപ്രദേശമാണ്. അഭ്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇത് മാരക രോഗങ്ങൾ പിടിപെടുന്നവർക്ക് 10,000 രൂപ നൽകുന്നു. അതുപോലെ തന്നെ ഒറ്റത്തവണ ക്യാൻസർ കിഡ്നി രോഗബാധിതരായ 29 അംഗങ്ങൾക്ക് 57,000 രൂപ വിതരണം ചെയ്തു. 75 വയസ്സ് പൂർത്തിയായ അംഗങ്ങൾക്ക് പ്രതിമാസം 200 രൂപ, 8 പേർക്ക് 1,500 രൂപ വെച്ച് സ്കോളർഷിപ്പ് കൊടുക്കുന്നു. പദ്ധതി ചേർന്നിരിക്കുക 100 രൂപ അടച്ചാൽ മതി. 100 രൂപ അടയ്ക്കുന്നവർക്ക് 10,000 രൂപ അതിന് അവകാശികൾക്ക് നൽകുന്നു. കുറഞ്ഞ നിരക്കിൽ അഭിമാനമായിരുന്ന ഒരു സഹകരണ പ്രസ്ഥാനം കൂടി നാമാവശേഷമാകുന്നു. മിസ്മാനേജ്മെന്റും വൈവിധ്യവൽക്കരണത്തിന്റെ അഭാവവും സ്ഥാപനങ്ങളെ തകർക്കുകയാണ്. വടക്കൻ പറവൂരിൽ പ്രവർത്തിച്ചിരുന്ന ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം നിലച്ചിട്ട് 13 വർഷം പിന്നിടുന്നു. 1989 പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി സർക്കാർ നിയന്ത്രണത്തോടെയും 97% ഓഹരി പങ്കാളിത്തത്തോടെയും ആരംഭിച്ച പദ്ധതിയാണിത്. വടക്കൻ പറവൂർ, മാഞ്ഞാലി,
മാക്കനായി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കെട്ടിടവും അത്യാധുനിക യന്ത്രങ്ങളും സജ്ജമാക്കിയായിരുന്നു പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ കുറച്ചു വർഷങ്ങൾ പിന്നിട്ടപ്പോൾ വൻ കടബാധ്യതയിൽ പ്രവർത്തനം നിലച്ചു. കോടിക്കണക്കിന് രൂപയുള്ള യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. മാത്രമല്ല, പ്രദേശമാകെ ഇഴജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും ശല്യവും രൂക്ഷമാണ്. പ്രവർത്തനം നിലച്ചതോടെ നൂറുകണക്കിന് പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. നിരവധി തവണ നിവേദനം നൽകിയിട്ടും ഫലമുണ്ടായില്ല. സ്ഥാപനത്തിന് ജപ്തി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും 1.5 കോടി രൂപയാണ് തുടങ്ങുന്ന സമയത്ത് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി വായ്പ എടുത്തത്. എന്നാൽ ഇടയ്ക്ക് വച്ച പല കാരണങ്ങളാൽ വായ്പ അടവ് മുടങ്ങി. ഇതോടെ പ്രവർത്തനവും താളം തെറ്റി. നിലവിൽ 5 കോടി രൂപയോളം മുതലും പലിശയും ചേർത്ത് ബാങ്കിന് തിരിച്ചടയ്ക്കാനുണ്ട്. 70-ൽ പരം അലോപ്പതി ഗുളികകളും ക്യാപ്സൂളുകളുമാണ് ഇവിടെ നിർമ്മിച്ചിരുന്നത്. കേരള മെഡിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇവിടെ നിന്നുള്ള മരുന്നുകൾ വിതരണം നടത്തിയിരുന്നു. വ്യാജ വായ്പയിലൂടെയും ബിനാമി വായ്പയിലൂടെയും സഹകരണ സംഘത്തിൽ നിന്നും 1.5 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ അയ്യങ്കുന്ന് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായ സെബാസ്റ്റ്യൻ പറണശ്ശേരി അറസ്റ്റിൽ. അങ്ങാടിക്കടവിലെ ഇരിട്ടി ബ്ലോക്ക് അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് എംപ്ലോയീസ് വെൽഫെയർ സഹകരണ സംഘത്തിലാണ് തട്ടിപ്പ് നടന്നത്. ധനാപഹരണത്തിൽ കൂട്ടുപ്രതിയായ സംഘം സെക്രട്ടറി ഒളിവിലാണ്. 2006-2023 കാലയളവിൽ ഇടപാടുകാരുടെ പേരിൽ വ്യാജ വായ്പ എടുക്കുകയും കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാമെന്ന് വിശ്വസിപ്പിച്ച് അവരുടെ പേരിൽ ബിനാമി വായ്പ തരപ്പെടുത്തുകയും ചെയ്തു. ഇത് തിരിച്ചടയ്ക്കാതെ സംഘത്തിന് 1.5 കോടി രൂപയിലധികം നഷ്ടമുണ്ടാക്കിയെന്നാണ് കേസ്. കരിക്കോട്ടക്കേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനോജ് പാലിവാളിന്റെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. 2ാം പ്രതിയായ സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് DYSP MK കീർത്തി ബാബുവാണ് അറസ്റ്റ് ചെയ്തത്. സംഘത്തിലെ അംഗങ്ങളെ ഏൽപ്പിച്ച തുക അടയ്ക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചതിന് സെബാസ്റ്റ്യന്റെ പേരിൽ കരിക്കോട്ടക്കരി പോലീസിൽ മറ്റൊരു കേസുമുണ്ട്. സെബാസ്റ്റ്യൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുവദിച്ചില്ല. തുടർന്നായിരുന്നു അറസ്റ്റ്. വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപായി എഴുതിയ കുറിപ്പിൽ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും പേരുകൾ കുറിപ്പ് പുറത്തായതോടെ MLAയും വയനാട് DCCയും കുരുക്കിലായി. നിയമനത്തിന്റെ പേരിൽ MLA കോഴ വാങ്ങിയെന്നാണ് ആത്മഹത്യാ കുറിപ്പിലെ പരാമർശം. വലിയ ബാധ്യതകൾ ഉണ്ടായിട്ടും തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും 7 പേജിലേറെയുള്ള കുറിപ്പിൽ ആരോപണവുമുണ്ട്. സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് കുറിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. വിജയന്റെ കുടുംബമാണ് കുറിപ്പ് പുറത്തുവിട്ടത്. പിതാവ് ആവശ്യപ്പെട്ടിരുന്ന പ്രകാരം കുറിപ്പ് ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തെന്നും ഇത്രയും ദിവസം കാത്തുനിന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അത് ചെയ്തതെന്നും കുടുംബം അറിയിച്ചു. KPCC പ്രസിഡന്റ് K സുധാകരന് വിജയൻ എഴുതിയ കത്തും ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. കത്തിലും കോഴയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വിജയന്റെ ആത്മഹത്യ പിന്നാലെ സുൽത്താൻ ബത്തേരി ബാങ്കിലെ നിയമന ക്രമക്കേട് ചർച്ചയായിരുന്നു. കത്തിലെ ആരോപണങ്ങൾ IC ബാലകൃഷ്ണൻ നിഷേധിച്ചു. ED വിജിലൻസ് ഉൾപ്പെടെ ഏതു തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും കോഴ വാങ്ങിയിട്ടില്ലെന്നും ബാലകൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം കോഴ വാങ്ങിയ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ് ആവശ്യപ്പെട്ടു. നിയമ ഭേദഗതിക്ക് പിന്നാലെ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു. കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ അടിമുടി മാറുകയാണ്. സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിലും മാനേജ്മെന്റിന്റെ പ്രൊഫഷണൽ വൽക്കരണത്തിലും പുതിയ നിയമം വലിയ മാറ്റങ്ങൾ വരുത്തും. ജീവനക്കാരുടെ ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുകയാണ്. മാറ്റം എപ്രകാരം മേഖലയെ ബാധിക്കും എന്ന കാര്യത്തിൽ സഹകാരികൾക്ക് പ്രയോജനപ്രദമായ ഏകദിന സെമിനാർ സഹകാര്യം കൊച്ചി സംഘടിപ്പിക്കുകയാണ്. ഫെബ്രുവരി 6 രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ് സെമിനാർ. കേരളത്തിലെ പ്രഗത്ഭനായ സഹകരണ ഫാക്കൽറ്റിയും ACSTI മുൻ ഡയറക്ടറുമായ BP പിള്ളയാണ് സെമിനാറിന് നേതൃത്വം നൽകുക. സംഘം ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പങ്കെടുക്കാം. എറണാകുളം ജില്ലയിലെ മുപ്പത്തടം സഹകരണ ബാങ്കിന്റെ AC ഹാളിൽ നടക്കുന്ന പ്രോഗ്രാമിന് നോമിനേഷൻ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9605890002 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.